മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലെ ആ സംരംഭകന്റെ പ്രതിസന്ധിയിൽ സുപ്രധാനമായ ഇടപെടൽ വരികയാണ്. ന്യൂസ് 18 വാർത്ത ഫലം കാണുന്നു. ന്യൂസ് 18 വാർത്തയിൽ ഭക്ഷ്യമന്ത്രിയുടെ ഇടപെടൽ. ആലപ്പുഴയിൽ സപ്ലൈകോ പ്രവർത്തിക്കുന്ന കെട്ടിട ഉടമയ്ക്ക് വർഷങ്ങളായി വാടക കുടിശ്ശിക വരുത്തിയ സംഭവം പരിശോധിക്കുമെന്ന് മന്ത്രി GR അനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. നാളെ തന്നെ പരിഹാരം കാണുമെന്ന് മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ശരണ്യ ചേരുന്നു. ശരണ്യ, എന്താണ് മന്ത്രിയുടെ ഉറപ്പ്? എങ്ങനെ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകുന്നത്? സജിത്ത്, നമ്മളിപ്പോൾ ശിഹാബിന്റെ സാഹചര്യം വ്യക്തമാക്കി മന്ത്രി GR അനിലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി ഒരു പരിഹാരം കാണും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ശിഹാബ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിന്റെ ജപ്തി നടപടികളടക്കമുള്ള അവസ്ഥയിലേക്ക് കടന്നു എന്നുള്ളതും അദ്ദേഹത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യമാണ് മന്ത്രി മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ നാളെ തന്നെ ശിഹാബിന്റെ വിഷയത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കി. ഇപ്പോൾ ഏരിയ മാനേജർ ഇവിടെ ശിഹാബിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇതിനകത്ത് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ 2 മാസത്തെ കാലാവധി കൂടി ചോദിക്കുന്നുണ്ട് ഔട്ട്ലെറ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ട്. അത് കഴിയില്ല, അത് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ തനിക്ക് നിൽക്കാനാവില്ല എന്നുള്ള കാര്യം പറയുന്നു. അപ്പോഴും പണം എത്ര നൽകുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയും വന്നിട്ടില്ല. ഒരുപക്ഷെ മന്ത്രിതലത്തിലുള്ള ഇടപെടൽ നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ സംരംഭകരുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഉള്ള തിരക്കുകളിൽ കൊച്ചിയിലും ഒക്കെയായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനമുണ്ടാകും. സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ GR അനിൽ ശിഹാബിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് ഉറപ്പ് നൽകിയത്. ഒപ്പം നമ്മളെ തന്നെ ഈ വിഷയം, അതായത് നാളെ ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ശരണ്യ, എന്തായാലും നമുക്ക് ഇക്കാര്യത്തിൽ സന്തോഷ വാർത്ത ശിഹാബിനെ കൂടി അറിയിക്കൂ. നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് കൊച്ചിയിൽ മറ്റൊരു വ്യവസായ സംഗമം നടക്കുന്നു. അവിടെ ഉദ്ഘാടന ചടങ്ങുകളാണ്. നമുക്ക് വേഗത്തിൽ അതുകൂടി നോക്കാം. Kerala is proud to have the presence of this stellar array of dignitaries from across the globe to partake in this moment as Kerala makes huge strides in its journey towards being an exciting investment destination for individuals and organizations.